ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 340ഉം ആദ്യത്തെ 5 പദങ്ങളുടെ തുക 95ഉമായാൽ ആ ശ്രേണിയിലെ ആദ്യ പദം ഏത്? ഓക്കെ, അപ്പോൾ ഒരു സമാന്തര ശ്രേണിയാണ്. തുകകൾ 2 തന്നിട്ടുണ്ട്. ചോദിച്ചത് ആദ്യ പദം എത്രയാണെന്നാണ്. അപ്പൊ സമാന്തര ശ്രേണിയിൽ തുകയുടെ ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു 2a പ്ലസ് -1 ഇൻറ്റു ഡി. ആദ്യത്തെ കേസിൽ നമ്മൾ 10 പദങ്ങളാണ്. n 10 ആക്കി എടുക്കുമ്പോൾ n/2 എന്ന് പറയുമ്പോൾ 10/2 ആവും. 10/2 ഇൻറ്റു 2a പ്ലസ് 10 - 1 ഇൻറ്റു ഡി, അതായത് 5 ഇൻറ്റു 2a പ്ലസ് 9 ഡി ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? 340 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 10a പ്ലസ് 45 ഈക്വൽ ടു 340 എന്ന് കിട്ടും. അത് ഒന്നാമത്തെ കേസാണ്. അതിന് നമുക്ക് ഇക്വേഷൻ 1 ആക്കി വെക്കാം. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് 5 പദങ്ങളുടെ തുക 95 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തതിനകത്ത് 5 പദങ്ങളാണ്. n-ന്റെ വാല്യൂ 5 ആക്കി എടുക്കാം. അപ്പൊ n/2 എന്ന് പറയുമ്പോൾ 5/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി, അതായത് 5 - 1 ഇൻറ്റു ഡി ഈക്വൽ ടു 95 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ താഴേക്ക് 5/2 ഇൻറ്റു 2a പ്ലസ് 40 2a പ്ലസ് 4d. ഇനി ഈ രണ്ടിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ടും വെട്ടിപ്പോവും. ഇവിടെ 2 കഴിഞ്ഞാൽ ഒരു 2 കൂടെ ബാക്കിയുണ്ടാവും. ഈ 2 പോയി. 5 ഇൻറ്റു a പ്ലസ് 2d ഈക്വൽ ടു 95. ഇനി ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 5a പ്ലസ് 10d ഈക്വൽ ടു 95 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇതിനെ നമുക്ക് എന്താക്കി എടുക്കാം? രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് താഴെ എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ 10a പ്ലസ് 45d ഈക്വൽ ടു 340. പിന്നെ തന്നിട്ടുണ്ട് 5a പ്ലസ് 10d ഈക്വൽ ടു 95. ആദ്യത്തെ ഇക്വേഷനിൽ 10a ആണുള്ളത്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിലും 10a ആക്കിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ 10 ആക്കണമെങ്കിൽ ഈ ഇക്വേഷനെ മൊത്തത്തിൽ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ 5 എന്താവും? 10 ആവും. പ്ലസ് ഈ 10d എന്താവും? ഡബിൾ ചെയ്യുമ്പോൾ 20d ആവും. ഈ 95ന്റെ ഡബിൾ 190. അപ്പൊ ഈ ഇക്വേഷനാണ് നമുക്കിനി എവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. എന്തുവരും? 10a പ്ലസ് 20d ഈക്വൽ ടു 190. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. ഇത് മൈനസ് ഇത് ചെയ്താൽ ഈ 10യും ഈ 10യും തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ 1 മൈനസ് 3 ചെയ്താൽ ഈ 10യും ക്യാൻസൽ ആയി പോകും. അപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇനി 45d മൈനസ് 20d, അതായത് 25d ഈക്വൽ ടു 340 മൈനസ് 190, അതായത് 150. അപ്പൊ 25d ഈക്വൽ ടു 150 എന്ന് കിട്ടും. അതിനകത്തുനിന്ന് d ഈക്വൽ ടു 150/25 എന്നെടുക്കാം, ഈക്വൽ ടു 6. അപ്പൊ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഈ ഡിയുടെ വാല്യൂ ഒന്നാമത്തെ ഇക്വേഷനിലോ രണ്ടാമത്തെ ഇക്വേഷനിലോ മൂന്നാമത്തെ ഇക്വേഷനിലോ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? എയുടെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആണല്ലോ ചെറുത്. ചെറിയ ഇക്വേഷൻ രണ്ടാമത്തതാണ്. അതായത് 5a പ്ലസ് 2d 5a പ്ലസ് 10d 10d ഈക്വൽ ടു 95. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ആ ഇക്വേഷനകത്ത് നമുക്ക് ഡിയുടെ വാല്യൂ ആയിട്ടുള്ള 6 ഇട്ട് കൊടുക്കാം. അപ്പോൾ 5a പ്ലസ് 10 ഇൻറ്റു 6 ഈക്വൽ ടു 95. 5a പ്ലസ് 60 ഈക്വൽ ടു 95. ഇനി 60 ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ മൈനസ് 60 വരും. അപ്പോൾ 5a ഈക്വൽ ടു 35 എന്ന് വരും. a ഈക്വൽ ടു 35/5, അതായത് 7 എന്ന് കിട്ടും.
ഇതാണ് നമ്മുടെ ഉത്തരം. ഇതാണ് ആദ്യ പദം. എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്.